കവളപ്പാറയിലെ ദുരന്തബാധിതർക്ക് പുനരധിവാസം ഉറപ്പാക്കുമ്പോൾ പോലും പോരായ്മകളുടെ നടുവിൽ തന്നെയാണ് അവർ എന്നതാണ് CV അനുമോദിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ആ പോരായ്മ ഉണ്ടാകാൻ പാടില്ല. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ സേനാ വിഭാഗങ്ങളുടെ സേവനം തുടരുന്നത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മന്ത്രിസഭാ യോഗം. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തന്നെ തുടരും. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും വാടക കെട്ടിടങ്ങളിലേക്ക് ദുരിതബാധിതരെ മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. VV അരുണാണ് ചേരുന്നത്. അരുൺ, ഈ അടിയന്തരമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്? തെരച്ചിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അത് ഏത് തരം വരെ പോകണം, എന്നുവരെ പോകണം എന്ന കാര്യത്തിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ, ആർമിയും എയർഫോഴ്സും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള സേനാ വിഭാഗങ്ങൾ അവിടെ തുടരുന്നുണ്ട്. അവരുടെ സേവനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് അവരുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിലുണ്ടായ നിർദ്ദേശം. ഇന്നലെ ഇക്കാര്യത്തിൽ സേനാ വിഭാഗങ്ങളുമായുള്ള ചർച്ചയ്ക്ക് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇനി അധികനാൾ അവരവിടെ തുടരേണ്ട ആവശ്യമില്ല എന്നൊരു പൊതു വിലയിരുത്തലുണ്ടെങ്കിലും അവരുടെ കൂടി അഭിപ്രായം മാനിച്ച ശേഷമാകും ചോദിച്ച ശേഷമാകും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. പുനരധിവാസമാണ് അടുത്ത നടപടി. പുനരധിവാസ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമായിട്ടുണ്ട്. അതുവരെ ദുരിതപ്പെട്ടവരെ ക്യാമ്പുകൾ പ്രധാനമായും സ്കൂളുകളും കോളേജുകളും ഒക്കെയാണ്. അവിടെ അങ്ങനെ ക്യാമ്പുകളിൽ ദീർഘനാൾ അവർ തുടരുന്നത് പ്രായോഗികമില്ല. അതുകൊണ്ട് മറ്റ് സംവിധാനങ്ങൾ, വാടക കെട്ടിടങ്ങൾ അടക്കം ഉപയോഗിക്കാനാണ് തീരുമാനം. വാടക കെട്ടിടങ്ങൾ വയനാട്ടിൽ അത്രയധികം, ഇപ്പോഴത്തെ ഈ മേഖല അത്രയധികം ഇല്ല എന്നൊരു വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ കൂടി ആ രീതിയിൽ ഉപയോഗിക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഇവരുടെ പുനരധിവാസം ഉറപ്പാകുന്നവരെ ഇവർക്ക് താമസിക്കാൻ വിട്ടുകൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് 27 ക്വാർട്ടേഴ്സുകൾ ഇതിനായി കണ്ടെത്തിയിട്ടുമുണ്ട്. കൽപ്പറ്റയിലും പടിഞ്ഞാറത്തറയിലും ബത്തേരിയിലും കാരാപ്പുഴയിലും ക്വാർട്ടേഴ്സുകൾ അനുവദിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ അറ്റകുറ്റപ്പണികൾ നടത്തി ചില ക്വാർട്ടേഴ്സുകൾ കൂടി ഇവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതും ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന തീരുമാനമാണ്. മന്ത്രിസഭാ ഉപസമിതിക്കാണ് അവിടെ തുടരുന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിലുള്ള ഉപസമിതിക്ക് രാജൻ, മുഹമ്മദ് റിയാസ്, OR കേഡു, AK ശശി തുടങ്ങിയ മന്ത്രിമാരാണ് അവിടെ തുടരുന്നത്. അവർ അവിടെ വീണ്ടും തുടർന്ന് ഇതിനുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഉപസമിതിക്കാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അധികാരവും അവർക്ക് നൽകിയിട്ടുണ്ട്. അത് പിന്നീട് വേണമെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ റെക്ടിഫൈ ചെയ്താൽ മതി എന്നാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ വിശദാംശങ്ങളാണ് VV അരുൺ പങ്കുവച്ചത്.